Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അൻആമിലെ 140ാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين ഖദ് ഖസിറ തീർച്ചയായും പരാജയപ്പെട്ടു അല്ലദീന ഒരു വിഭാഗം ആൾക്കാർ ഖതലു ഔലാദഹും അവർ അവരുടെ മക്കളെ കൊന്നു സഫഹൻ വിഡ്ഢിത്തം കാരണം മൂഢത കാരണം ബിഗൈരി ഇൽമിൻ അറിവില്ലാതെ വഹറമു അവർ ഹറാമാക്കി വിരോധിച്ചു മാ റസഖഹുമുല്ലാഹു അല്ലാഹു അവർക്ക് വിഭവമായി നൽകിയതിന് ഇഫ്തിറാഅൻ അലല്ലാഹ് അല്ലാഹുവിൻ്റെ മേൽ കളവ് ആരോപിച്ചുകൊണ്ട് ഖദ് ളല്ലു തീർച്ചയായും അവർ വഴിതെറ്റിപ്പോയിട്ടുണ്ട് വമാ കാനു മുഹ്തദീൻ അവർ സന്മാർഗം സ്വീകരിച്ചവരായതുമില്ല എന്നോട് അർത്ഥം പറയാം. ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും തങ്ങളുടെ മക്കളെ കൊന്നവർ നഷ്ടപ്പെട്ടവരായിരിക്കുന്നു, പരാജയപ്പെട്ടവരായിരിക്കുന്നു. സഫഹൻ വിഡ്ഢിത്തം കാരണം അല്ലെങ്കിൽ മൂഢത കാരണം, ബിഗൈരി ഇൽമിൻ ജ്ഞാനമില്ലാതെ അറിവില്ലാതെ, വഹറമു അവർ ഹറാമാക്കി നിഷിദ്ധമാക്കി, മാ റസഖഹുമുല്ലാഹു അല്ലാഹു റിസ്ഖായി അവർക്ക് നൽകിയതിന് ഭക്ഷണമായി അവർക്ക് നൽകിയതിന്, ഇഫ്തിറാഅൻ അലല്ലാഹ് അല്ലാഹുവിൻ്റെ മേൽ കളവ് ആരോപിച്ചുകൊണ്ട്, ഖദ് ളല്ലു നിശ്ചയം അവർ വഴിതെറ്റിയിരിക്കുന്നു, വമാ കാനു മുഹ്തദീൻ വമാ കാനു അവർ ആയതുമില്ല മുഹ്തദീൻ സന്മാർഗം നേടിയവരിൽ പെട്ടവരായതുമില്ല. ദാരിദ്ര്യ ഭയത്താൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു ഏർപ്പാട് അറബികളിൽ ചില ഗോത്രങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ സൂക്തത്തിലും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 137ാമത്തെ ആയത്തിൽ വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം അവർക്ക് അതൊരു അലങ്കാരമായി തോന്നി. ഇവിടെ പറഞ്ഞ ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും മക്കളെ കൊന്നവർ പരാജയപ്പെട്ടു, തീർച്ചയായും പരാജയപ്പെട്ടു. എന്തിനാണ് മക്കളെ കൊല്ലുന്നത്? വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നത്, പെൺകുട്ടികളെ കൊന്നിരുന്നത് എന്തിനാ? ഇന്നും ധാരാളമായി നടക്കുന്നതാണ് പെൺഭ്രൂണ ഹത്യ. ആശുപത്രികളിലൊക്കെ ബോർഡുണ്ടാവും, ഇവിടെ ഭ്രൂണത്തിൻ്റെ ലിംഗനിർണയം നടത്തുന്നതല്ല. പക്ഷെ അത് നടത്തിക്കൊടുത്ത് പെൺകുഞ്ഞാണെങ്കിൽ ഗർഭാശയത്തിൽ വെച്ചു തന്നെ കൊല്ലുന്ന പ്രവണത നമ്മുടെ രാജ്യത്തിലും ധാരാളമുണ്ട്. വലിയ പണം ഈടാക്കിക്കൊണ്ട് ആശുപത്രിക്കാർക്ക് ഒരു വരുമാന മാർഗമാണ്. വളരെ പ്രാകൃതമായ രൂപത്തിൽ കുട്ടികളെ കൊല്ലുന്നത് അടുത്ത കാലം വരെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൂതികർമ്മിണികൾ പ്രസവമെടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ പറയുക. അവർ പെൺകുഞ്ഞിനെ കൊല്ലാൻ പൈസ വാങ്ങും. അപ്പോൾ പ്രസവിച്ച് വീഴുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രസവത്തിൽ മരിച്ചു എന്നാണ് പിന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാം ഖദ് ഖസിറ അവർ നാശത്തിലകപ്പെട്ടു, പരാജയപ്പെട്ടു, നഷ്ടത്തിലകപ്പെട്ടിരിക്കുന്നു. അല്ലദീന ഖതലു ഔലാദഹും അവരുടെ കുട്ടികളെ കൊല്ലുന്നവർ. കൊല്ലുന്നത് എന്തിനാ? ദാരിദ്ര്യം ഭയന്ന്, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കേണ്ട ചെലവ് ഭാരിച്ച ചെലവ് ഭയന്ന്, അതേപോലെ തന്നെ വല്ല യുദ്ധവും ആരുമായെങ്കിലും ഉണ്ടായാൽ അറബികളുടെ കൂട്ടത്തിൽ യുദ്ധമുണ്ടായാൽ ആദ്യം അവർക്ക് പരാജയപ്പെട്ടവർക്ക് നഷ്ടപ്പെടുക അവരുടെ സ്ത്രീകളെ കൊള്ളയടിക്കും. സ്ത്രീകളെ കൊള്ളയടിച്ച് കൊണ്ടുപോകും. അത് അവരുടെ ഒരു അലിഖിത നിയമമാണ്. കൊള്ളയടിച്ചത് ആരാണോ
ആ വിഭാഗത്തിനുള്ളതാണ് പെണ്ണിട്ട് അവർ ഓരി വെച്ചെടുക്കും ഒരു സ്വത്ത് പോലെ. അപ്പോൾ പെൺകുട്ടികൾ വളർന്നു വന്നാൽ ഒന്ന് അവരെ യുദ്ധത്തിന് പറ്റൂല. യുദ്ധമുന്നണിയിൽ വാളെടുത്തും കുന്തം കൊണ്ടും കുതിരയോടിച്ചും ഒന്നും യുദ്ധം ചെയ്യാൻ പെൺകുട്ടികൾക്ക് കഴിയില്ല. പിന്നെ അത് കഴിയില്ലെന്ന് മാത്രമല്ല, അവർ ചിലപ്പോൾ അന്യഗോത്രക്കാരുടെ അടിമകളായി മാറുകയും ചെയ്യും. അപ്പോൾ അതിന് പിന്നെന്താ വഴി? മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവുകളും. അപ്പോൾ അവരാദ്യം തന്നെ ആ പെൺകുട്ടി ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കും. സൂറത്തു നഹൽ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നഹൽ 58-59 സൂക്തങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ആയത്താണത്. ഒന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കോണ്ടി. സൂറത്തു നഹൽ 58-59. അപ്പം ഇത്തരത്തിലുള്ള ഒരു തങ്ങളുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയില്ല. അപ്പം ഇതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഖദ് ഖസിറ, പെൺകുട്ടികളെ ഒഴിവാക്കിയാൽ തങ്ങൾക്ക് ജീവിത വിജയമുണ്ടാകുമെന്ന്, ആൺകുട്ടികൾ മാത്രമായാൽ ഞങ്ങൾ വലിയ പോരാളികളാകും, ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടാകും, ഞങ്ങൾക്കതൊരു വലിയ മെച്ചമായിരിക്കും എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ആളുകൾ തീർച്ചയായും മനസ്സിലാക്കണം. ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും, മക്കളെ കൊല്ലുന്നവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പുതിയ കാലത്തും നമ്മളെ രാജ്യത്തും ഒക്കെ അങ്ങനെ തന്നെ പെൺകുട്ടികളെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുക. പിന്നെ അത് ആൺകുട്ടികളിലേക്ക് പോലും അങ്ങനെ വലിയ ജനന നിയന്ത്രണം വലിയൊരു കാര്യമായി കൊണ്ടു നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഖദ് ഖസിറ എന്ന ഹുസ്റാൻ, പരാജയം എന്നാണ്, അല്ലെങ്കിൽ നഷ്ടം എന്നാണ്. അവർക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും സഫഹൻ, അതൊരു വിവരക്കേടാണ് അവർ ചെയ്തത്, വിഡ്ഢിത്തമാണ്, മൂഢത്തരമാണ്. ബിഗൈരി ഇൽമിൻ, അവർക്കൊരു അറിവിൽ എന്താണ് ഈ പെൺകുട്ടികൾ വളർന്നാൽ ഒരുപക്ഷെ ആൺകുട്ടികളെക്കാൾ മെച്ചപ്പെട്ടേക്കും. ആ പെൺകുട്ടികളാണ് സാധാരണഗതിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും കുടുംബ ബന്ധം ചേർക്കുവാനും ഒക്കെ ആൺകുട്ടികളെക്കാൾ താല്പര്യമുള്ളവരും കഴിവുള്ളവരും സാധാരണഗതിയിൽ പെൺകുട്ടികളാണ്. ഒരു മാതാവും പിതാവും രോഗിയായി കഴിഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കാൻ സാധാരണഗതിയിൽ പെൺകുട്ടികളാണ് ഊണും ഉറക്കവും കഴിഞ്ഞ് കൂടുതൽ സമയം യുവതികളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ജനന നിയന്ത്രണം നടത്തുന്നവർ അല്ലെങ്കിൽ പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാത്തവർ ഒരറിവും ബോധവുമില്ലാതെ തനി വിഡ്ഢിത്തമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് സഫഹം ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരറിവും ജ്ഞാനവുമില്ലാതെ ആൾക്കാർ ഈ കുട്ടികളെ കൊല്ലുകയാണ്. നഷ്ടമാണ്. അത് മാത്രമല്ല, അവർ ചെയ്ത തിന്മ ഹറമു മാ റസഖഹുമുള്ള, അള്ളാഹു അവർക്ക് വിഭവമായി നൽകിയതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തു. അള്ളാഹു നൽകിയ വലിയ ഒരു ഭക്ഷ്യ വിഭവമാണ് മാംസം, ഒട്ടകം, ആട്, പശു, എരുമ, വർഗം. ഇതിൽ നിന്ന് പലതിനെയും പല പേര് പറഞ്ഞ് അവർ നിഷിദ്ധമാക്കി. അറക്കാൻ പറ്റൂല, തിന്നാൻ പറ്റൂല. തിന്നാൻ പറ്റുകയാണെങ്കിൽ തന്നെ അത് ഞങ്ങൾക്ക് പുരോഹിതന്മാർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. വളരെ കുറച്ച് വിഭാഗത്തിൻ്റെ മാംസം മാത്രമേ പെണ്ണുങ്ങൾക്ക് അനുവദിക്കൂ. ഇതാണ് ഹറമു മാ റസഖഹുമുള്ള, അള്ളാഹു അവർക്ക് റിസ്ഖായി, ജീവിത വിഭവമായി, ഭക്ഷണമായി നൽകിയതിനെ അവർ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ഇഫ്തിറാഅൻ അലല്ലാഹ്, ഇതൊക്കെ ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ കളവായി ആരോപിച്ച് കെട്ടിച്ചമച്ച് പറയുകയാണ്. അഥവാ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ആളുകൾ ദീനൊക്കെ വിലയിരുത്തി എങ്ങനെയാണ്? ആളുകളുടെ രൂപവും ചുവലും കോലമൊക്കെ നോക്കിയിട്ടാണല്ലോ. ഇത്തരം പൗരോഹിത്യത്തിൻ്റെ രീതികൾ അന്ന് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലാണെന്ന്, ഇബ്രാഹിം നബിയുടെ ദീനാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നേർച്ചകളും വഴിപാടുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഞങ്ങളെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പുരോഹിതന്മാർ ജനങ്ങളെ വഞ്ചിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അള്ളാഹു ഹറാമാക്കാത്ത ഒരു കാര്യം അവർ തങ്ങളുടെ ജനതയ്ക്ക് ഹറാമാക്കുകയാണ് ചെയ്തത്. വഹറമൂ മാ റസഖഹുമുല്ലാഹ്, അള്ളാഹു റിസ്ഖായി നൽകിയതിനെ അവർ ഹറാമാക്കി. ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ കള്ളത്തരം ആരോപിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് അവൻ്റെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ നിയമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം താല്പര്യത്തെ പൂർത്തീകരിക്കുകയാണ്
സ്വന്തം താല്പര്യത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. കതുതല്ലു അവർ വഴിപഴച്ചു പോയി. ഭക്ഷണ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നിയമമുണ്ട്. അത് അന്നും ഇന്നും ഒക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ ജൂതന്മാരാണ് ഈ ഭക്ഷണ നിയമത്തിൽ തീവ്രത കാണിക്കുകയും സൂക്ഷ്മതയാണെന്ന പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തത്. ഒട്ടകത്തിൻ്റെ കൊഴുപ്പ് തിന്നാൻ പറ്റൂല, ഒട്ടകത്തിൻ്റെ അങ്ങനെ ചില മൃഗങ്ങളുടെ ഭക്ഷണം തിന്നാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ ആരോപിക്കുക. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. വഹറമുമാ റസഖഹുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ളല്ലു. ഖദ് പറഞ്ഞാൽ തീർച്ചയായും, ലല്ലു അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. വമാ കാനു അവർ ആയതുമില്ല മുഹ്തദീൻ സന്മാർഗം നേടിയവർ. ലല്ലു എന്നുള്ളതിൻ്റെ മറുവശമാണ് വമാ കാനു മുഹ്തദീൻ, വഴിവഴച്ചു പോയി, അവർക്ക് സന്മാർഗം കിട്ടിയില്ല എന്ന് വെച്ചാൽ രണ്ട് നിലക്ക് നോക്കിയാൽ സന്മാർഗം സ്വീകരിക്കുന്ന വിഷയത്തിലും അവർ പിന്നോക്കം പോയി, ദുർമാർഗം സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ മുന്നോട്ട് വരികയും ചെയ്തു. ഖദ് ളല്ലു വമാ കാനു മുഹ്തദീൻ, അവർ വഴിതെറ്റിപ്പോയി. വമാ കാനു മുഹ്തദീൻ, നേർമാർഗം സ്വീകരിച്ചവരായതുമില്ല. അതുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം. ഖദ് ഖസിറല്ലദീന ഖതലു ഔലാദഹും, തങ്ങളുടെ മക്കളെ കൊന്നവർ നഷ്ടത്തിലായിരിക്കുന്നു. സഫഹൻ വിവരക്കേട് കൊണ്ട്, ബിഗൈരി ഇൽമിൻ അറിവില്ലാതെ, വഹറമു അവർ ഹറാമാക്കുകയും ചെയ്തു, മാ റസഖഹുമുല്ലാഹു അള്ളാഹു അവർക്ക് വിഭവമായി നൽകിയതിന്, ഇഫ്തിറാഅൻ അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ കളവായി ആരോപിക്കുന്നവരായ നിലയിൽ. ഖദ് ളല്ലു അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. വമാ കാനു മുഹ്തദീൻ അവർ സന്മാർഗം സിദ്ധിച്ചവരായതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിയമങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്ന, പഠിച്ചതനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ വസിദ്നാ ഇൽമാ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.